എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൗത്ത് ജംഗ്ഷനിലെ നമ്മുടെ നിർമ്മല സ്റ്റോഴ്സിൻ്റെ ഒക്കെ അടുത്തുള്ള SN ഫ്ലവേഴ്സിലാണ്. ഇത് നമ്മുടെ ഗിരീഷേട്ടൻ. ഞാൻ ഇവിടെ നിന്ന് പൂക്കൾ മേടിക്കുന്ന ആളാണ്. ഇത് ഈ പൂവ് കണ്ടോ നിങ്ങൾ? ഇത് നമ്മുടെ ചെണ്ടുമല്ലി പൂവ്. ഇതിന് ഇവിടെ കൊടുക്കുന്ന വില 80 രൂപയാണ്. നമ്മൾ ഈ ഓണക്കാലമാകുമ്പോൾ പൂക്കൾക്ക് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്, പൂവ് ഒരുപാട് മേടിക്കും. പക്ഷേ ചാലക്കുടിയിൽ നമ്മുടെ മോഡി ഹോട്ടലിൻ്റെ ഒക്കെ തൊട്ടടുത്തൊരു പൂക്കട വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന് നടത്തുന്ന കടയാണ്. ചാലക്കുടി പട്ടണത്തിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടം നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ ഈ പൂവിന് ഇവിടെ മേടിക്കുന്ന 80 രൂപ, അവിടെ മേടിക്കുന്നത് 200 രൂപ, 120 രൂപയുടെ വ്യത്യാസം ചാലക്കുടി പട്ടണത്തിൽ. ആദരണീയനായ കസേര മനുഷ്യൻ്റെ മുന്നിലല്ല ഇതൊക്കെ നടക്കണത്. ഇതിനെപ്പറ്റി എന്ന് പറയുക, ഈ പാവം കച്ചവടക്കാർ അല്ലെങ്കിൽ സുഖമായിട്ട് പോകാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം പട്ടണത്തിൽ ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഈ പൂക്കച്ചവടക്കാരുടെ നെറുന്തലയിൽ അടിക്കുന്ന അടി. 50,000 രൂപ കൊടുത്തിട്ടാണ് അവർ കട അവിടെ തുടങ്ങിയേക്കണേന്നൊക്കെയാണ് പറയണേ. ചാലക്കുടിയിലെ പൂക്കച്ചവടക്കാരുടെ സ്ഥിതി എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആൾക്കാരാണ്. ഇത് തീവെട്ടിക്കൊള്ളയാണെന്ന്. തീവെട്ടിക്കൊള്ള 80 രൂപയുടെ പൂ ഒരു സ്ഥലത്ത് 80 രൂപയ്ക്ക്. ചാലക്കുടിയിൽ ബാക്കി എല്ലാ സ്ഥലത്തും പൂവിന് 80 രൂപ. ഇതേ ഈ പൂവ് ചെണ്ടുമല്ലി. അതേസമയം ഈ പറയുന്ന ടൗൺ ഹാളിൻ്റെ മുന്നിലുള്ള ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അവിടെ 200 രൂപ. അപ്പോൾ നമുക്ക് എന്തായാലും ഗിരീഷനോട് ചോദിച്ചറിയാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താണ്. ഇപ്പോൾ ഇവരുടെ സംഘടനകളും മറ്റു സംഗതികളുണ്ടല്ലോ. ഈ ചാലക്കുടിയിൽ ഇത്രയും വലിയ തീവെട്ടിക്കൊള്ള ഓണക്കാലത്ത് നടത്തുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. ഞങ്ങൾക്ക് സാധാരണ ഓണമായിട്ടൊരു പ്രതീക്ഷിതമാണ് ഓണക്കച്ചവടം. ഇവർ ഈ പുറത്തുനിന്ന് ഒറ്റപ്പാലത്തു നിന്നാണ് എന്നാണ് ഒന്ന് തുടങ്ങിയേക്കണേ. മുനിസിപ്പാലിറ്റിയിൽ 50,000 കിട്ടി, അവിടുത്തെ സ്ഥലത്തിന് എത്ര 30,000 രൂപ 10 ദിവസത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് 12,000 20,000 രൂപ പറഞ്ഞാണ് തുടങ്ങിയേക്കണേ. ഞങ്ങളിപ്പോൾ ഇന്ന് വിൽക്കണത് 80 രൂപയ്ക്ക് വിൽക്കണേ. അവരവിടെ വിൽക്കണത് 200 രൂപ വിൽക്കണേ. അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് ചിലവുണ്ട്. 50,000 മുനിസിപ്പാലിറ്റി മേടിച്ചിട്ടുണ്ട്. അതുമാതിരി പന്തലിന് കാശ് 20,000 രൂപ, പിന്നെ സ്ഥലത്തിന് വാടക 20,000 10 ദിവസത്തേക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവർ വന്നേ. അപ്പോൾ അവർ ഇത് നിങ്ങൾ മർച്ചൻ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ആരോടെ സംസാരിച്ച്? ഞങ്ങൾ പ്രസിഡന്റിനോട് സംസാരിച്ച് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നാളെ ഞങ്ങൾ ഇതിനായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇതിപ്പോൾ നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ. അവർ പറഞ്ഞു അവർക്ക് എന്തായാലും കൊടുക്കണം. ആളുകളും ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റാന്ന് പറയണേ. 50,000 രൂപ മുനിസിപ്പാലിറ്റി മേടിച്ചത്. ചാലക്കുടിയിലെ കച്ചവടക്കാർ യാതൊരു വിലയില്ല. കൊല്ലത്തിൻ്റെ ടാക്സും ബിൽഡിംഗ് ടാക്സും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനും അവർക്ക് വിലയില്ല. അവർക്ക് ഇന്ന് കൊല്ലത്തിൽ വന്ന് 10 ദിവസം കച്ചവടം കിട്ടുന്ന കാശിന് അവർ ഇതാക്കണേ. അപ്പോൾ ചേട്ടന്മാരോട് സംസാരിച്ചിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ഒരു വിഷയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ കൊല്ലം കൊടുക്കില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അവർ 3 ആൾക്ക് 2 ആൾക്ക് ലൈസൻസ് കിട്ടാണ് കൊടുത്തെന്ന് പറയണേ. 50,000 രൂപ മേടിച്ചിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ചാലക്കുടിയിൽ ടാക്സ് കൊടുത്ത് കടകൾ പ്രവർത്തിക്കുന്ന ഈ പൂക്കടക്കാർ, അവർ ഈ ഓണക്കാലത്ത് അവർക്ക് എന്താണ് കിട്ടുന്ന മെച്ചം? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടണം. ഈ വിഷയത്തിൽ ഇടപെട്ടേ പറ്റൂ. നഗരസഭയും മർച്ചൻ്റ് അസോസിയേഷനും ഇതുപോലുള്ള തീവെട്ടിക്കൊള്ള പൂ മാഫിയാണ് ഇവർ, പൂക്കളുടെ മാഫിയ. 200 രൂപയെ, ഒരു 100 രൂപയ്ക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കിലോയ്ക്ക് 200 രൂപയ്ക്ക് പൂക്കച്ചവടം നടത്തുക. ഇതെന്തിട്ടാണ് ഈ പറയണത്? തീർച്ചയായിട്ടും മർച്ചൻ്റ് അസോസിയേഷൻ, നഗരസഭ ഭരണാധികാരികളാണ് ഞാൻ ഈ വിഷയം ധരിപ്പിക്കുന്നത്. കാശ് കൊടുത്ത് എന്തും ചെയ്യണം. ഇവിടെ ചാലക്കുടിക്കാരായിട്ടുള്ള കച്ചവടക്കാരെ തീരാദുരിതത്തിലേക്ക് വിട്ട് കണ്ണീരിലഴുത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ആളുകളെ പൊട്ടന്മാരൊക്കെ, ചാലക്കുടിക്കാരെന്താ പൊട്ടന്മാരാണോ?